സദാചാര ഗുണ്ടായിസത്തിന്റെ വികൃതമായ പല അനുഭവ സാക്ഷ്യങ്ങളും കേരളത്തിന്റെ മുൻപിലുണ്ട്. കോഴിക്കോട് കോന്നാട് ബീച്ചിൽ കഴിഞ്ഞ ദിവസം കണ്ടത് ആ തുടർച്ചയുടെ മറ്റൊരു അധ്യായമാണ്. പൊതുയിടങ്ങളിൽ യുവത്വം അതിര് കടക്കുന്നുണ്ടെങ്കിൽ അതിനെ ചൂലെടുത്ത് തുരത്താനാകും. അന്തിചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ചയിൽ അതിഥികളായി ചേരുന്നത് മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി നവ്യ ഹരിദാസ്, ഒപ്പം ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലിജീഷ്, ദീപ അനിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി, കവയത്രിയും സാമൂഹ്യ പ്രവർത്തകയുമായ MR ജയഗീത, നടി രഞ്ജിനി എന്നിവരാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യം ശ്രീമതി ദീപ അനിലിലേക്ക്. ദീപ, രണ്ട് വശങ്ങളുണ്ട് ഈ വിഷയത്തിന്. ഒന്ന്, ഇതിലുണ്ടായ പ്രതിഷേധം. രണ്ട്, ഇന്നത്തെ യുവത്വം അതിര് കടക്കുന്നു എന്നുള്ള വലിയൊരു ചോദ്യം. അങ്ങനെയെങ്കിൽ അത് എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് എന്നുള്ള കാര്യം. മറ്റൊന്ന്, ഇത് ഇപ്പോൾ ഇവിടെ സമരം നടത്തിയിരിക്കുന്നത് മഹിളാ മോർച്ച പ്രവർത്തകരാണ്. പ്രദേശവാസികൾ എന്നതിലപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയം ഇതിലേക്ക് കടന്നു വരുമ്പോൾ സ്വാതന്ത്ര്യം എന്നുള്ള വിഷയം കൂടി അവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് ഈ പ്രതിഷേധത്തെക്കുറിച്ച് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ഏതൊരു സംഭവത്തിനെയും നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ, ഒരു സാമൂഹ്യ വിപത്താവട്ടെ, ഏതൊരു കാര്യവും നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു ജനാധിപത്യ രാജ്യത്ത് അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഇവിടെ എന്തിനാണ് പോലീസും പോലീസ് സംവിധാനവും എന്തിനാണ്? ജനങ്ങൾ നിയമം കയ്യിലെടുക്കുകയാണെങ്കിൽ, അത് ഏത് കാര്യത്തിനായിക്കൊള്ളട്ടെ, ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്നതിനാണെങ്കിൽ ഇവിടെ പോലീസും ആഭ്യന്തര വകുപ്പും എന്തിനാണ്? അതിനർത്ഥം ഇവിടെ ആഭ്യന്തര വകുപ്പ് നിഷ്ക്രിയമാണ് എന്നുള്ളതാണ്. ഇത് പട്ടാപ്പകൽ നടക്കുന്ന സംഭവമാണ്, പാതിരാത്രി നടക്കുന്ന സംഭവമാണെന്നല്ല പറയപ്പെടുന്നത്. പക്ഷേ അതിനെതിരെ ഒരു പ്രതികരണം വരുമ്പോൾ അത് ഈ രീതിയിലാണോ പ്രതികരിക്കേണ്ടത്? ഇത് നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളതാണ്. നമ്മൾ മുൻപൊരിക്കൽ ഇത് കണ്ടിട്ടുള്ളത് മറൈൻ ഡ്രൈവിലാണ് ഇങ്ങനെയുള്ള സദാചാര പോലീസിങ് പൊതുജനങ്ങൾ ചെയ്തതും അതിനോടനുബന്ധിച്ചുണ്ടായ DYFI പോലുള്ള സംഘടനകൾ നടത്തിയ സദാചാര ലംഘനവുമൊക്കെ നമ്മൾ കണ്ടു. അത് ഏതൊക്കെ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു നിലയിലേക്ക് ഇത് കൊണ്ടുപോകേണ്ടതായിരുന്നു എന്ന് ഈ പ്രതികരിക്കാൻ വന്ന, അതും ചൂലും എടുത്തൊക്കെ പ്രതികരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാകൃതമായിട്ടാണ് തോന്നുന്നത്. ഇത് കേരളമാണ് സംസ്ഥാനം, ഇത് ഉത്തർപ്രദേശോ അതുപോലുള്ള സ്ഥലമല്ല. ഇത് മീഡിയ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി മാത്രം BJPയുടെ വനിതാ വിഭാഗം നടത്തിയ ഒരു പ്രതികരണമാണ്. അല്ല, അവിടെ സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ രീതിയിലായിരുന്നില്ല പ്രതികരിക്കേണ്ടത്. അത് ജനാധിപത്യ രീതിയിൽ ഇവിടെ പോലീസുണ്ട്, പോലീസിൻ്റെ സംവിധാനങ്ങളുണ്ട്. ആ രീതിയിൽ നിയമപരമായി മുന്നോട്ട് പോകാമായിരുന്നു. പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയാണെങ്കിൽ മറ്റ് സമരപരിപാടികളുമായിട്ട് സമീപവാസികൾ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാമായിരുന്നു. സമരപരിപാടികളുമൊക്കെ ആയിട്ട് ജനങ്ങളുടെയും ഭരണ സംവിധാനത്തിൻ്റെയും ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണാമായിരുന്നു. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. പോലീസ് നോക്കി നിൽക്കെ അവിടെ വന്ന ആൾക്കാരോട് ഈ രീതിയിൽ പെരുമാറി എന്നുള്ളത് ഒരു കാര്യമാണ്. അവിടെ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു? പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ, പിന്നെ ഇത് ഇവർ പറയുന്നത് പോലെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ അവിടെ ഇങ്ങനെ കുട്ടികൾ മാത്രമല്ല മറ്റു രീതിയിലുള്ള ആൾക്കാരും വരുന്ന വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റേതൊരു ബീച്ചാണെങ്കിലും ഒക്കെ. പക്ഷേ അവിടെയൊക്കെ ഇതുപോലുള്ള രീതിയിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മാന്യമായിട്ട് ആർക്കെങ്കിലും അവിടെ പോകാൻ പറ്റുമോ? അവിടെ പോകുന്നവരെല്ലാം ഈ രീതിയിൽ മറ്റുള്ള ആൾക്കാരെയും ഇതുപോലെ അവർ ചോദ്യം ചെയ്തു എന്നും അവർ തിരിച്ചു ചോദ്യം ചെയ്തു, തർക്കത്തിലേക്ക് പോയി എന്നുമൊക്കെയാണ് നമ്മൾ മാധ്യമത്തിലൂടെ കണ്ടത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു മാധ്യമ ശ്രദ്ധയൊക്കെ കൊണ്ടുവരിക. ഇതിൻ്റെ പിന്നിൽ ഇലക്ഷൻ വരികയാണ്, തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനവും സംഘടനയും ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയല്ല ഈ ഒരു ചൂലുമെടുത്തുകൊണ്ടുള്ള ഈ സദാചാര പോലീസ് ചമയൽ എന്നുള്ളത് 100% വ്യക്തമാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ കുട്ടികൾ ഇങ്ങനെ വന്നിരിക്കുന്നതോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനോ അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനോ ഒന്നും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. പക്ഷെ അതിന് പോലീസിന്റെ സംവിധാനവും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ. ശരി ദീപ, ഞാൻ ദീപയിലേക്ക് വരാം. ലിജീഷിലേക്ക് പോവുകയാണ്. ശ്രീ ലിജീഷ്, ഇത്തരത്തിൽ പോലീസിനെതിരെ അവിടെ ഒരു വലിയ പരാതി അവിടെ വന്നവരും ഉയർത്തുന്നുണ്ടായിരുന്നു. അതായത് പോലീസ് അവിടെ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നത് എന്ന് സമീപവാസികളെന്ന് പറയുന്ന ആളുകൾ, സമരത്തിനിറങ്ങിയവർ ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ ചൂലെടുത്തുള്ള സമരത്തിന് ശേഷം നിങ്ങൾ അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഒന്നിച്ചിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. DYFI അവിടെ പ്രതിഷേധം നടത്തിയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. എങ്കിൽ പോലും ഈ സമരത്തിന്റെ അവിടുത്തെ ആ പ്രദേശത്തെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആണല്ലോ
വരികയാണല്ലോ താങ്കൾ. എന്താണ് ഈ സമരത്തെക്കുറിച്ച് പറയാനുള്ളത്? അവിടുത്തെ ആ ബീച്ചിനെ കുറിച്ച്, അവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ച് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇല്ല, ഇതിനകത്ത് കേൾക്കാമല്ലോ. കേൾക്കാമോ? കേൾക്കാം ലിജീഷ്, പറഞ്ഞോളൂ. ഇതിനകത്ത് കോഴിക്കോട് ബീച്ചിനെ പറ്റി കേരളത്തിലുള്ള ഒരുവിധ ആളുകൾക്കെല്ലാം അറിയുന്നതാണ്. ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നാണ് കോഴിക്കോട്. കോഴിക്കോട് രാവിലെ വൈകിട്ടായാലും ഉച്ചക്കായാലും രാത്രിയായാലും എല്ലാം ആപാലവിധം ആളുകൾ വന്നിരിക്കുകയും നിരവധിയായ പരിപാടികൾ അവിടെ നടക്കാറുണ്ട്. അതെല്ലാം ആസ്വദിക്കുകയും അതുപോലെ ബീച്ചിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു പൊതു ഇടമാണ്. കഴിഞ്ഞ ദിവസമാണ് കോനാട് ബീച്ചിനകത്ത് ഇവിടെ മഹിളാ മോർച്ച എന്ന് പറയുന്ന ഒരു സംഘടന തീർത്തും അപരിചിതമായ കാരണവശാൽ അംഗീകരിക്കാത്ത ഒരു സമരമുറ അവിടെ പ്രയോഗിച്ചു. അവിടെ വന്നിരിക്കുന്ന ആളുകളെടുത്ത് ചൂലുമായി ഇറങ്ങി അവരെ അടിച്ചു പൊട്ടിക്കുകയാണ്. എന്നിട്ട് ന്യായീകരണങ്ങൾ കണ്ടെത്തുകയാണ്. ഇതിനകത്ത് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോ കേരളത്തിലായാലും അല്ലെങ്കിൽ പുറത്ത് RSSും BJPയും അതുപോലെ ശ്രീരാമസേന അതുപോലുള്ള സംവിധാനങ്ങളെല്ലാം പുലർത്തുന്ന ഒരു സമീപനമുണ്ട്. അതായത് അവര് തിട്ടൂരം ഇറക്കും, ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നും ഇരിക്കാൻ പാടില്ല, 6 മണിക്ക് ശേഷം അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉത്തരേന്ത്യൻ നാടുകൾക്കകത്ത് ഉൾപ്പെടെ പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. അതുപോലെ കേരളം പോലെ ഒരു പ്രബുദ്ധമായ സമൂഹത്തിനകത്ത് വന്ന് ഇത്തരത്തിലുള്ള ഒരു സമരമാർഗം സ്വീകരിക്കുക. അതുകൊണ്ടാണ് ഈ സമരമാർഗത്തോട് കടുത്ത വിയോജിപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അന്ന് പിറ്റേന്ന് തന്നെ വൈകിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു സമരം അവിടെ ഏറ്റെടുത്തിരുന്നു. അവിടെ ഈ പാട്ടും അതുപോലുള്ള സംവിധാനങ്ങളെല്ലാമായി ആ രൂപത്തിലുള്ള സമരം ഞങ്ങൾ ഏറ്റെടുത്തു. അപ്പൊ ഞങ്ങൾക്ക് ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്, പോലീസ് നിഷ്ക്രിയമായി എന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു. പോലീസിനടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ആരെങ്കിലും പരാതിപ്പെട്ടിരുന്നു? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മോശം പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതായി കണ്ടാൽ ഇതിനകത്ത് ഇവിടെ ഒരു നിയമ സംവിധാനം ഇല്ലേ? അവിടെ പരാതിപ്പെടാലോ. ഇവരുടെ അഭിമുഖത്തിൽ തന്നെ കണ്ടു 2 വർഷത്തോളമായി എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസിൽ പരാതിപ്പെടാതെയും അതുപോലുള്ള സംവിധാനങ്ങളൊന്നും ചെയ്യാതിരുന്നത്? അപ്പൊ ഇതിനകത്ത് അതൊന്നും അല്ല വിഷയം, ഇവരുടെ മാനസികാവസ്ഥയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇവർ ചൂലെടുത്തിറങ്ങി. ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പല മാർഗങ്ങളുണ്ടല്ലോ. തീർത്തും അപരിഷ്കൃതമായ ഒരു സംവിധാനം വരിക എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാട് പുലർത്തുന്നവർക്ക് മാത്രമാണ് ആ സമീപനം സ്വീകരിക്കാൻ കഴിയുക. അതാണ് അവർ സ്വീകരിച്ചത്. അതിനെതിരായി വലിയ പ്രതിഷേധം കോഴിക്കോട് ജില്ലക്കകത്തും കേരളത്തിനകത്തും ഉയർന്നു വന്നിട്ടുണ്ട്. ശരി, ഞാൻ നവ്യയിലേക്ക് കൂടി പോവുകയാണ്. നവ്യ ഹരിദാസ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. നവ്യ, സ്വാഗതം ചർച്ചയിലേക്ക്. എന്തുകൊണ്ടാണ് ഈ കാലത്ത് ഇത്തരത്തിലൊരു ചൂലെടുത്തുള്ള ഒരു പ്രതിഷേധം? ഞങ്ങളുടെ കടപ്പുറത്തേക്ക് വരികയാണെങ്കിൽ, ഞങ്ങളുടെ ഈ പ്രദേശത്തേക്ക് ഇങ്ങനെ നിങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങൾ ഇനി ചൂലെടുത്ത് പ്രയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാർ നടന്നു പോകുന്ന, അതും ചെറിയ കുട്ടികളെയും ഒക്കെ കയ്യിൽ പിടിച്ച് നടന്നു പോകുന്ന അമ്മമാരുടെ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതെന്താണ്? കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകൾക്ക് പോലും അത് കാണുമ്പോൾ ഇതെന്താണ് എന്ന് തോന്നിപ്പോകുന്ന, ഈ കാലത്ത് ഇത് നടക്കുമോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് കണ്ടത്. നിങ്ങൾ എന്തിനാണ് അങ്ങനെ അത്തരത്തിലൊരു സമരത്തിന് ഇറങ്ങിയത്? എന്താണ് ഉദ്ദേശിച്ചത്? അശ്വതി, എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ തീർത്തും വൈരുദ്ധ്യമാർന്ന ഒരു സംസാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു ചുമതലയുണ്ട്, മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള ചുമതല. മഹിളാ മോർച്ച ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, മഹിളാ മോർച്ചയുടെ ഒരു നേതാവിനെയെങ്കിലും നിങ്ങൾ അവിടെ പരിപാടിയിൽ കണ്ടോ? മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഞാൻ കോഴിക്കോടുണ്ട്. മഹിളാ മോർച്ചയ്ക്ക് ജില്ലാ പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിമാരും ജില്ലാ ഘടകമുണ്ട്. അത് കഴിഞ്ഞ് മണ്ഡലം തലത്തിൽ വിങ്ങുണ്ട്. അത് കഴിഞ്ഞ് ഏരിയ തലത്തിലും കൃത്യമായിട്ടുള്ള ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു മോർച്ച തന്നെയാണ് മഹിളാ മോർച്ച. മഹിളാ മോർച്ചയുടെ പരിപാടികൾ സംഘടിപ്പിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും BJPയുടെ കൊടി ഉണ്ടാവാറുണ്ട്, ബാനർ ഉണ്ടാകാറുണ്ട്. ഏതാണ് പരിപാടി എന്ന് വ്യക്തവും കൃത്യവുമായിട്ട് അതിൽ രേഖപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് മഹിളാ മോർച്ചയുടെ പരിപാടികൾ ഇതുവരെ നടത്തിയിട്ടുള്ളത്, ഇനിയും നടത്തുന്നത്. അപ്പൊ അവിടെ നടന്നിട്ടുള്ള ഒരു പ്രാദേശിക വിഷയം അത് മഹിളാ മോർച്ചയാണ് എന്ന് മാധ്യമങ്ങൾ വരുത്തി തീർക്കുന്ന സമയത്ത് ഇത് മഹിളാ മോർച്ചയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം എന്ന നിലയ്ക്ക് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ സാധിക്കൂ. നവ്യ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. മാധ്യമങ്ങളെ പറഞ്ഞതുകൊണ്ട് മാത്രം ഒന്ന് ഇടപെടുകയാണ്. താങ്കൾ ഇപ്പോൾ പറയുമ്പോൾ അത് മഹിളാ മോർച്ചയുടെ പ്രവർത്തകരല്ലായിരുന്നുവെങ്കിലും, ഇത് നിങ്ങളുടെ പ്രതിഷേധമല്ലായിരുന്നുവെങ്കിലും നിങ്ങൾക്ക് നിഷേധിക്കാമായിരുന്നല്ലോ, അന്ന് നിഷേധിക്കാമായിരുന്നല്ലോ. പക്ഷേ BJP ജില്ലാ നേതൃത്വം അത് ഏറ്റെടുത്തുകൊണ്ട് വലിയ പ്രസംഗമൊക്കെ അവിടെ നടത്തിയില്ലേ? BJP ജില്ലാ നേതൃത്വം ഏറ്റെടുത്തതല്ല,
ഈ സമര പരിപാടി ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടന്നിരുന്ന സമയത്ത് BJPയുടെ പ്രാദേശിക നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ അത് പെട്ട സമയത്ത് BJPയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ VK സജീവൻ സ്ഥലത്തെത്തി. അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം പ്രദേശവാസികളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ പരിപൂർണ പിന്തുണ ആ പരിപാടിക്ക് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അവരിൽ നിന്നും കേട്ടറിഞ്ഞതിൽ വെച്ച് ആ സമരം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് തീർത്തും വളച്ചൊടിക്കുന്ന തരത്തിലാണ് പിന്നീടുണ്ടായിരുന്ന മാധ്യമ സൃഷ്ടികളെല്ലാം തന്നെ, അതല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ അതിനെ വളച്ചൊടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൽ മഹിളാ മോർച്ചയുടെ ഒറ്റ പ്രവർത്തക പോലും ഇല്ല എന്ന കാര്യം ഞാൻ തറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അല്ല പരിപാടി നടന്നിട്ടുള്ളത്. അത് ഞങ്ങൾ വിടുന്നു. അത് പോട്ടെ, അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മഹിളാ മോർച്ചയുടെ ഒരു പ്രവർത്തകയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം വിടുന്നു. പക്ഷെ നിങ്ങൾ അത് ഏറ്റെടുത്തല്ലോ ആ സമരത്തിന് ചൂലുമായി കടപ്പുറത്ത് കാറ്റുകൊള്ളാൻ വരുന്നവരെ ചൂലുമായി ഞങ്ങൾ ഓടിക്കുമെന്ന് പറയുന്ന ഒരു സമരം എങ്ങനെയാണ് BJP പോലുള്ള ഒരു പാർട്ടി ഏറ്റെടുക്കുക? നിങ്ങൾ ഈ ഒരു തരത്തിലേക്ക്, ഈ ഒരു ആംഗിളിലേക്ക് നിങ്ങൾ പോകാതെ എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സമയം നവ്യ മനസ്സിലാക്കിയത് പറയൂ. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പറയൂ. അശ്വതി, ഞാൻ സംസാരിക്കട്ടെ. ഈ കോനാട് കടപ്പുറത്ത് ഇത്രയും നാൾ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനം അറ്റ്ലീസ്റ്റ് പിറ്റേ ദിവസം സമരം നടത്തുന്ന DYFI എങ്കിലും നടത്തേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവിടെ നമ്മുടെ കോഴിക്കോട് നഗരത്തിലെ 24 ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. അത് പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് ആണ്. അതിൽ ഒന്നാണ് ഈ കോനാട് കടപ്പുറം. ഈ കോനാട് കടപ്പുറത്ത് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നു എന്നുള്ള പരാമർശങ്ങൾ നിരവധിയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് മുൻപേ സംസാരിച്ച ഒരു നേതാവ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി എന്തുകൊണ്ട് പോലീസിൽ ഇത് അറിയിച്ചിട്ടില്ല എന്നുള്ളത്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, താങ്കൾ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ചെന്ന് പരിശോധിക്കണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ മുൻപ് പരിപാടികൾ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട്, പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളയിൽ സ്റ്റേഷനിൽ, പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഒരു ജനമൈത്രി വിഭാഗമുണ്ട്. ആ ജനമൈത്രി വിഭാഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പരാതികൾ എത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് നിന്നും, പ്രദേശവാസികളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തിക്കൊണ്ട് പരാതി എഴുത്തു മുഖേന തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടി ഈ ഒരു സാമൂഹിക വിഷയത്തിൽ എടുക്കേണ്ടതായിട്ടുള്ള എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട്. ശരി, നമുക്ക് ഓരോ വിഷയത്തിലും ഇടപെട്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും ആളുകൾ, അധികം അതിഥികൾ ഉള്ളത് കൊണ്ട് നമുക്ക് ശ്രീ ലിജീഷിലേക്ക് ഒന്ന് പോകാം. ഇതിന് മറുപടി ലിജീഷ് പറഞ്ഞു നേരത്തെ, പോലീസിന്റെ അനാസ്ഥ എന്ന് പറയുന്നത് അത് തെറ്റാണ്. കാരണം അങ്ങനെ ഒരു പരാതി അവിടെ ഉയർന്നിട്ടേ ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് നവ്യയുടെ ചോദ്യത്തിനൊരു മറുപടി ഞാൻ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, ഇതില് വളരെ രസകരമായ ഒരു കാര്യം, ഇപ്പോ മഹിളാ മോർച്ച ഈ സമരം നടത്തിയിട്ടില്ലേ എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതായത് ഉത്തരേന്ത്യൻ നാടുകളിലൊക്കെ അവർ ചെയ്തിരുന്ന പരീക്ഷണം കേരളത്തില് ഇവർ നടപ്പിലാക്കിയാൽ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കി ഇപ്പൊ സമരം നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് വളരെ വിചിത്രമായ ഒരു വാദഗതിയാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് രസകരമായ ഒരു കാര്യം, ഇപ്പോ BJPയും അതുപോലെ അവരുടെ അനുബന്ധ സംവിധാനങ്ങളെല്ലാം ഇപ്പൊ പ്രണയദിനത്തിൽ ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുണ്ട്. ആ പ്രണയദിനത്തിൽ ഏറ്റെടുത്ത ക്യാമ്പയിന് കോനാട് ബീച്ചിൽ നടത്തുന്ന പരിപാടിയുടെ ക്യാപ്ഷൻ എന്താണെന്ന് അറിയുമോ? ചൂല് പിടിച്ച കയ്യിൽ താമരപ്പൂവുമായി. അപ്പൊ ആരാ ചൂല് പിടിച്ചത്? അപ്പൊ അത് അംഗീകരിക്കുകയല്ലേ അവർ ചെയ്യുന്നത്. ചൂല് പിടിച്ച കയ്യിൽ താമരപ്പൂവെന്ന് പറഞ്ഞാൽ ചൂല് പിടിച്ച ആളുകൾ ഇപ്പൊ താമരപ്പൂവായി വരിക എന്നുള്ളതല്ലേ. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. കേരളത്തിൽ ഇത്തരത്തിലുള്ള നാടകങ്ങൾ കളിച്ചിട്ടൊന്നും കാര്യമില്ല. കേരളത്തിലെ പൊതുസമൂഹം, അതുപോലെ പ്രബുദ്ധമായ സമൂഹം, രാഷ്ട്രീയ സമൂഹം ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളെ ചെറുത്തുകൊണ്ടാണ് മുമ്പോട്ട് പോവുക. ആ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് ചൂല് പിടിച്ചവർക്ക് ഇപ്പോ പുഷ്പങ്ങൾ പിടിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ശരി, അത് അവരുടെ സമരത്തിനുള്ള മറുപടി. മറ്റേ ചോദ്യത്തിന് കൂടി ഒരു മറുപടി കൊടുത്താൽ എനിക്ക് രഞ്ജിനി മാഡത്തിലേക്ക് പോകാം. മറ്റു വിഷയത്തിന് ഞാൻ പറയാം. മറ്റേ പോലീസ് സ്റ്റേഷൻ എഴുതിട്ട് പോലീസ് നിഷ്ക്രിയ എന്ന് പറഞ്ഞാൽ പോലീസിൽ ഒരു നിഷ്ക്രിയത്വം കാണിച്ചിട്ടില്ല. പോലീസ് കോഴിക്കോട് ബീച്ചിനകത്ത് നിങ്ങൾ വന്നാൽ അറിയാം, നിരന്തരമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കോഴിക്കോട് ബീച്ച്. ബീച്ചാകുന്ന സമയത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ പോലീസ് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടുള്ള നല്ല ഇടപെടൽ അതുമായി ബന്ധപ്പെട്ട് നടക്കലുണ്ട്. നല്ല ജാഗ്രത അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയം ഇടപെട്ട് പരിഹരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം പോലീസിനുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ സമരമാകെ നാശമായി പോയപ്പോ അതിൽ പോലീസിന് പഴിചാരിയുണ്ട്, കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, ഞാൻ വരാം. ഞാൻ ശ്രീമതി രഞ്ജിനിയിലേക്ക് പോവുകയാണ്. ശ്രീമതി രഞ്ജിനി, നമ്മുടെ കേരളത്തിൽ ഇതെന്താണ് നടക്കുന്നത് എന്നുള്ള ഇത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു വലിയൊരു ആശ്ചര്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചൂലെടുത്തുള്ള സമരം എന്ന് പറയുമ്പോൾ, ചൂലെടുത്ത് നേരെ ചെല്ലുകയാണ് അവിടെ ഇരിക്കുന്ന ആളുകളോട്, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഞങ്ങൾക്കിതൊന്നും കാണാൻ വയ്യ, നിങ്ങൾ ഇങ്ങനെ അടുത്തിരിക്കാൻ പാടില്ല, നിങ്ങൾ വന്ന് കാറ്റ് കൊണ്ടുപോയിക്കോളൂ, കടപ്പുറത്ത് വന്ന് കാറ്റ് കൊണ്ടുപോയിക്കോളൂ. പക്ഷെ
അടുത്തിരിക്കാൻ പാടില്ല, കുടനിവർത്തിയിരിക്കാൻ പറ്റില്ല, കുറ്റിക്കാട്ടിന് സമീപത്തിരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയറക്റ്റായി അങ്ങോട്ടേക്ക് ചെല്ലുന്ന സ്ത്രീകളെയാണ് നമ്മൾ കണ്ടത്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ഇതൊക്കെ കണ്ടപ്പോൾ? ഞാൻ സത്യത്തില് വിചാരിച്ചു ഇത് UP-യിലാണ് നടക്കുന്നതെന്ന്. പിന്നെയാണ് മനസ്സിലായത് ഇത് കേരളത്തിലെയാണ് നടക്കുന്നതെന്ന്. സോ എന്താ ചെയ്യാ? ഇപ്പൊ തന്നെ നവ്യ, ഐ തിങ്ക് ഷീസ് എ ജനറൽ സെക്രട്ടറി അല്ലേ, എനിക്കത് മനസ്സിലാവുന്നില്ല. ആദ്യം യെസ് എന്ന് പറയുന്നു, പിന്നെ നോന്ന് പറയുന്നു. ഇപ്പൊ ആരാ ശരിക്കും നടത്തിയത് ഈ പ്രൊട്ടസ്റ്റ്? എന്താ ലഭിച്ചു നിങ്ങൾക്ക്? ഇസ് ഇറ്റ് എ ട്രയൽ? അല്ലെങ്കിൽ ഇത് സക്സസ് ആയാൽ ഞങ്ങൾ തന്നെ ചെയ്തു, അങ്ങനെയാണ് നിങ്ങൾ ശ്രമിച്ചത്? ഇറ്റ്സ് സോ കോൺട്രഡിക്ടറി. ഒന്ന് ഓൺ ചെയ്യുക, ഞങ്ങളാണ് ചെയ്തത്, അല്ലെങ്കിൽ പറയാതെ ഇരിക്കുക. ഇത് ഞങ്ങളെ പോലെ ആൾക്കാരുടെ ഫൂൾസ് അല്ല കേട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ. ഞങ്ങൾക്കും ബോധമുണ്ട്, ബുദ്ധിയുണ്ട്. ആൻഡ് വൺ മോർ തിങ് ഈസ്, ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ഞാൻ ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ അല്ല, ഞാൻ ജസ്റ്റ് ഒരു ആക്ടിവിസ്റ്റ് ആണ്. ഞാൻ പറയാൻ വന്നത്, എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട്, റൈറ്റ്സ് ടു ലിവ് എന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ പ്രകാരം. അത് മാത്രമല്ല, ആര് നിങ്ങൾക്ക് എന്താ പറയാ, ഹൂ ഗേവ് യു ദ അതോറിറ്റി ഈ ചൂളോടെ വരുന്നത്? ചൂള് തന്നെ ഈ ഇൻസിഡന്റിൽ തന്നെ ചൂൾ ഒരു വെപ്പനാണ്. എന്ത് കാരണം കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല ഇവരെ? ബിക്കോസ് യു ആർ ക്യാരിങ് എ വെപ്പൻ. ആ ചൂളിനെ തന്നെ കുറച്ച് ചൂളിനെ എടുക്കുമ്പോൾ ചില ഇത് കണ്ണിൽ കുത്തിയാൽ അത് ഒരു ഗ്രീവിയസ് ഹാം ചെയ്യുന്ന ഒരു സാധനമാണ്. അങ്ങനെ എടുക്കുമ്പോൾ എന്ത് കാരണം കൊണ്ട് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തില്ല? ഇതാണ് എന്റെ ഒരു ചോദ്യം. സെക്കൻഡ് തിങ് ഈസ്, ഈ കടപ്പുറത്തില് വന്ന്, കടപ്പുറം ആയിക്കോട്ടെ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഇത് കേരള അല്ലേ? ആൾക്കാർക്ക് റൈറ്റ്സ് ഇല്ലേ അവിടെ വന്നിട്ട് എന്താ പറയാ, ഹോബി ആയിട്ട് ഇരിക്കാൻ, ജസ്റ്റ് ഒരു റിലാക്സേഷൻ ഒക്കെ ഇരിക്കാൻ? നിങ്ങൾ ആരാ ഈ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നത്? നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പറ. ഹൂ ആസ്ക്ഡ് യു ടു ടേക്ക് ദ ചൂല്? ഫോർ മീ, ഐ വുഡ് സേ ദാറ്റ് പോലീസ് ഇതിൽ വീഴ്ച പറ്റി. ദേ ഷുഡ് ഹാവ് അറസ്റ്റഡ് ഓൾ ദ ലേഡീസ് വിത്ത് ദ ചൂല്. എനിവേ നമുക്ക് എവിഡൻസ് ഉണ്ടല്ലോ ആരൊക്കെ ഉണ്ട് എന്ന്, അവരെ പോയി പിടിക്കുക. ഐ തിങ്ക് അതാണ് ഞാൻ, അതായത് അവിടെ പോലീസ് നിഷ്ക്രിയരായി നിന്നത് അല്ലെങ്കിൽ നടപടി എടുക്കാത്തത് പരാതി ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഈ ഓടിച്ചു വിട്ടവരാരും, ചൂലുകളുണ്ട് ഓടിച്ചു വിട്ടവരാരും അവർക്ക് പരാതി കൊടുത്തില്ല, പോലീസിന് എഴുതി കൊടുത്തില്ല, അതുകൊണ്ടാണ്. അല്ല, അത് ഇപ്പൊ ആരെങ്കിലും വരുമല്ലോ, സോ മോട്ടോ എടുക്കാമല്ലോ. സോ വൈ കാൻ ദേ ഡു ദാറ്റ്? എന്തായാലും നാളെ ഞാൻ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക, പോലീസ് അറസ്റ്റ് ചെയ്യുമോ ഇവരേനെ. അവർ തന്നെ അതിലിരിക്കുന്ന ചില സ്ത്രീകൾ തന്നെ ഞാൻ കണ്ടു, ബൈറ്റ്സിൽ അവർ പറയുന്നുണ്ട് ഇങ്ങനെ, ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല അറിയാന് പോയി ചൂളോടെ ഞങ്ങൾ പോയതെന്ന്. അപ്പൊ അവർ തന്നെ അവിടെ ദേ ഹാവ് അഡ്മിറ്റഡ് അല്ലേ അവരാണ് ചെയ്തതെന്ന്. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് കേസ് എടുക്കാമല്ലോ. സോ അതാണ് ഞാൻ ഐ തിങ്ക് DYFI എനിവൺ ഈ ഗവൺമെന്റോട് ഞാൻ ഒരു അപ്പീൽ ചെയ്യുന്നത്, നാളെ തന്നെ ഇവരെല്ലാവരെയും whoever has done this അവരെ പോയി അറസ്റ്റ് ചെയ്യുക. അത് ഒന്ന്. സെക്കൻഡ് തിങ് ഈസ്, ഇവിടുത്തെ യൂത്ത് എന്ത് ഇപ്പൊ തന്നെ കേരളത്തിൽ ഒരു വലിയ പ്രശ്നമാണ്. എല്ലാ യങ്സ്റ്റേഴ്സും ഈ നാട് വിടുക. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇപ്പോ ഇരിക്കുന്ന യൂത്ത്സിന് എങ്ങനെ നമ്മൾ കേരളത്തിൽ തിരിച്ച് ഇവിടെ നിൽക്കാൻ പറയും? ഇങ്ങനെ ചെയ്തപ്പോ അവർക്കെല്ലാം എന്തോ ഒരു പേടിയാവില്ലേ? അയ്യോ, ഞങ്ങൾ ഇവിടെ ഇരുന്നാക്ക ഇങ്ങനെ ചെയ്താക്ക ഇനി നമ്മൾ കുറച്ചുകൂടെ മോഡേണൈസ് ആവുമ്പോ നമ്മൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇറ്റ്സ് ബെറ്റർ വി ലീവ് ദിസ് കൺട്രി. അതല്ലേ എക്സോഡസ് ആയിട്ട് എല്ലാവരും സ്റ്റുഡൻസ് ആയിട്ട് പോകുന്നേ. ഇത് നമ്മളുടെ മുഖ്യമന്ത്രിയും പറയുന്നു, കേരള ഒരു എഡ്യൂക്കേഷൻ ഹബ് ആക്കണമെന്ന്. ഏത് രീതിയിലാണ്? പിന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഇവിടെ വന്ന് സെറ്റപ്പ് ചെയ്യണമെന്ന്. എന്തിനാ ഇങ്ങനത്തെ അട്രോസിറ്റീസ് നടക്കുമ്പോ ഇവരെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കണം. അതൊക്കെ പകരം ഫോറിൻ യൂണിവേഴ്സിറ്റി വന്നിട്ട് എന്താ ചെയ്യാ? സ്റ്റുഡൻസ് ഇല്ലെങ്കിൽ ഇവരെല്ലാം പുറത്തേക്ക് പോവല്ലേ? അപ്പോ ദിസ് ഈസ് എ വെരി സീരിയസ് ഇഷ്യൂ ആണ്. അത് മാത്രമല്ല, കൊറിയൻ എന്താ പറയാ, വി ആർ നോട്ട് ഡൂയിങ് തിങ്സ് അക്കോർഡിംഗ് ടു സിറ്റിസൺ. ഒരു പരാതിയെ നമ്മൾ കേൾക്കുന്നില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് ശരിക്കും. അപ്പൊ ആരുടെ അഡ്രസ് ചെയ്യുന്നേ? സോ ഇതൊരു വലിയ സോഷ്യൽ പ്രോബ്ലം മാത്രമില്ല, ഇത് ഒരു വലിയ
വലിയ ലെവലിൽ പോകും. ബിക്കോസ് നമുക്ക് സ്കിൽസ് ചെയ്യണം. ചിൽഡ്രൻ, ഐ മീൻ യൂത്ത്സിന് എഡ്യൂക്കേഷൻ ഇസ് ഗുഡ്. ആൻഡ് നമ്മുടെ കേരള എഡ്യൂക്കേഷൻ ഇസ് എക്സലന്റ് ആണ്. ഇപ്പൊ നമ്മൾ ലോകത്തിലെ എടുത്ത് നോക്കിയാൽ ഈവൻ IMF തന്നെ ലേഡി ഇസ് ഫ്രം മലയാളി. അത് മാത്രമല്ല നമ്മുടെ ഇസ്രോയില് മലയാളി അല്ലേ. അപ്പോ നമുക്കൊരു എന്താ പറയാ പ്രൈഡ് ഉണ്ട്. ബിക്കോസ് ആസ് എ മലയാളി വി ഹാവ് അച്ചീവ്. ഈവൻ വൈ നോട്ട് ഈ മിൽക്ക് റെവല്യൂഷൻ കൊണ്ടുവന്നത് കുര്യൻ സർ അല്ലേ, വർഗീസ് അല്ലേ. അപ്പൊ അവര് യുനോ ഇങ്ങനത്തെ ബ്രെയിൻസ് ഫ്രം കേരള. അങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനത്തെ ചൂല് പരിപാടിയോടെ വരുന്നത് അത് ശരിക്കും വലിയ വിഷയമാണ് രഞ്ജിനി പറഞ്ഞു വെക്കുന്നത്. അതിനോട് കൂട്ടിച്ചേർത്ത് എനിക്ക് പറയാനുള്ളത് ശ്രീ മുരളി തുമ്മാരക്കുടി, അദ്ദേഹം നമ്മളെപ്പോഴും ഈ വലിയ ചർച്ചകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ, അല്ലെങ്കിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാകുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ഈ വിഷയത്തിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. കണ്ടു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ കണ്ടു നിൽക്കാതിരുന്നാൽ പോരെ, അത് പറ്റില്ല. ഷൂന്ന് വിളിച്ചാൽ ആരാണെങ്കിലും നോക്കിപ്പോകില്ലേ. എന്നിട്ട് എന്തിനാണ് പുതിയ തലമുറ നാട് വിടുന്നതെന്ന സംശയം ബാക്കി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ വലിയ വിഷയമാണ് രഞ്ജിനി ഇപ്പോൾ ഉയർത്തിയത്. അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ബേസിക് കാര്യം എൻ്റെ നാട്ടിലില്ലെങ്കിൽ ഞാൻ എന്തിന് ഇവിടെ നിൽക്കണമെന്ന് ഒരു യുവത, ഒരു ഭാവി തലമുറ ചിന്തിക്കുന്നുവെങ്കിൽ നവ്യയോടാണ് എൻ്റെ ചോദ്യം. നവ്യ, നമ്മൾ ആ രീതിയിൽ കൂടി ചിന്തിക്കേണ്ട. നവ്യ ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞു ഇതൊരൊറ്റ ആംഗിളിൽ പോകുന്ന ചർച്ചയാണെന്ന്. പക്ഷെ ഇതിനകത്ത് വലിയ ഒരുപാട് കാര്യങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട് ഈ രാഷ്ട്രീയത്തിനകത്ത്. എന്തുകൊണ്ടാ നാട് വിടുന്നു നമ്മുടെ യുവത എന്നുള്ളത്, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ ആ സമരം നിങ്ങൾ ഏറ്റെടുത്ത സ്ഥിതിക്ക് നിങ്ങൾ അതിന് മറുപടി പറഞ്ഞേ മതിയാകും. ശരിയാണ് അശ്വതി പറഞ്ഞത് ശരിയാണ്. അശ്വതി പറഞ്ഞതുപോലെ ഇതിന് പുറകിൽ ഒരുപാട് കാര്യങ്ങൾ മറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നിടത്ത് തന്നെ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ തുറന്നു കാണിക്കാനല്ല പല മാധ്യമങ്ങളും ശ്രമിക്കുന്നത് എന്നുള്ളതിന്റെ നേർക്കാഴ്ച തന്നെയാണ് ഇന്നത്തെ ചർച്ച. കാരണം കോന്നാട് കടപ്പുറത്ത് ഞാൻ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പല വിദ്യാലയങ്ങളിലും നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ പല അധ്യാപകരും പറയുന്നത് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ യൂണിഫോമിൽ വരെ പല കേന്ദ്രങ്ങളിലും പോയിരിക്കുന്നു. പല തരത്തിലുള്ള പ്രവൃത്തികളിൽ അവർ ഇൻവോൾവ് ആവുന്നു എന്നുള്ള തരത്തിൽ. അതായത് അധ്യാപകർക്ക് പരിധികളുണ്ട്. പോലീസ് സ്റ്റേഷനുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പരാതികൾ കിട്ടുമ്പോൾ 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലീസിന് തിരിച്ചു മറുപടി പറയാൻ സാധിക്കുന്നില്ല, അതല്ലെങ്കിൽ അവർക്ക് മുന്നോട്ടൊരു നടപടിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്ന തരത്തിൽ വളരെ ലാഘവത്തോടു കൂടിയിട്ടുള്ള ഒരു മറുപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും, അതായത് നിയമം നടപ്പിലാക്കേണ്ടവരുടെ ഭാഗത്ത് നിന്നും നമുക്ക് ലഭിക്കുന്ന മറുപടി. അപ്പോ അത്തരം കേന്ദ്രങ്ങളിൽ ഈ കോന്നാട് കടപ്പുറത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ദൂരെ നിന്നുള്ള ആളുകൾ വന്നിട്ടില്ല. ആ പ്രദേശവാസികൾ, ആ പ്രദേശത്തുള്ള കുറച്ച് അമ്മമാര്, അതിനെ നിങ്ങൾ മഹിളാ മോർച്ച എന്ന പേരിട്ട് വിളിക്കുന്നതിലുള്ള ഒരു അതിശയോക്തി മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എവിടെയെങ്കിലും സ്ത്രീകൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹിളാ മോർച്ച തന്നെയാണ്. ആ വിഷയമല്ല നമ്മുടെ വിഷയം. ഇതാണ്, നിങ്ങൾ ആ സമരം ഏറ്റെടുത്തു എന്നുള്ളൊരു കൺക്ലൂഷൻ. നവ്യ, ഈ സമരം BJP ഏറ്റെടുത്തല്ലോ അല്ലെ? അതിൽ സംശയമൊന്നുമില്ലല്ലോ. BJPയുടെ പൂർണ്ണ പിന്തുണ BJPയുടെ ജില്ലാ അധ്യക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പൂർണ്ണ പിന്തുണ എന്ന് പറയുമ്പോൾ യെസ് ആണ്, അവിടെ നോ അല്ല, യെസ് ആണ്. അപ്പൊ നമ്മൾ ഇനി ആ സമരത്തെ കുറിച്ച് പറഞ്ഞാൽ മതി. രഞ്ജിനി ആക്ട്രസ് പറഞ്ഞിരിക്കുന്ന കാര്യം വി ഹാവ് ദ റൈറ്റ് ടു ലിവ് എന്നാണ്. യെസ്, ഡെഫിനറ്റ്ലി മാഡം, വി ഹാവ് ദ റൈറ്റ് ടു ലിവ്. വി ഹാവ് ദ റൈറ്റ് ടു ലിവ് ഹാപ്പിലി. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ജില്ലയായിട്ട് നമ്മുടെ കോഴിക്കോട് ജില്ല ഉയർന്നു വരുന്ന സമയത്ത് സ്വസ്ഥമായിട്ട് കുടുംബസമേതം ഒരു കടപ്പുറത്ത് വന്നിരുന്ന് കാറ്റ് കൊള്ളാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തീർക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന അമ്മമാർക്കുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ പുറത്തിറങ്ങി നോക്കിയിട്ടുണ്ടെങ്കിൽ, സമൂഹത്തിൽ ഇറങ്ങി നോക്കുന്ന ആളുകൾക്ക് അത് അറിയാൻ സാധിക്കും. ഇത്തരം കേന്ദ്രങ്ങൾ, ഒരു 2 കസേരകൾ ഉണ്ടെങ്കിൽ കടപ്പുറത്ത്, പാർക്കുകളിൽ, എല്ലാ തരത്തിലും ഒരു ഫാമിലി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഖം തിരിച്ച് നടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക്. ഒരു ചുംബന സമരം നടന്ന നാടാണ് കേട്ടോ കേരളം. ഒരു ചുംബന സമരം നടന്ന നാടാണ്. ഈ ചൂലുമായി ഇറങ്ങുന്നവർ അത് ഓർക്കണം. നമ്മുടെ യുവാക്കളാണ്. അവർക്ക് നമ്മളെക്കാൾ നല്ല വിവരവും, അവർ ജനിച്ചു വീഴുമ്പോ തന്നെ ഫോണിലേക്കൊക്കെ വീഴുന്ന കുട്ടികളാണ്. അവർക്ക് നല്ല ബോധ്യമുണ്ട് എന്ത് ചെയ്യണമെന്ന്. ഈ വലിയ ബോധ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. യുവാക്കൾക്ക് ബോധ്യമുണ്ട്. പക്ഷെ അവർ മയക്കുമരുന്ന് പോലെയുള്ള ഇതിന് അടിമപ്പെടുന്ന സമയങ്ങളിൽ, ആ സാഹചര്യങ്ങളിൽ, ഈ സംഭവം നടന്നിരിക്കുന്ന ഒരാഴ്ച മുൻപ് ഈ പ്രദേശവാസികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചൂലെടുത്ത് പ്രതിഷേധിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് കൂടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒരാഴ്ച മുൻപ്
കിലോ കണക്കിന് കഞ്ചാവുമായിട്ട് അവിടെ യുവാക്കളെ പിടിക്കുകയുണ്ടായി. അത് ഇവിടെ ഉണ്ടായിരുന്ന ഈ പ്രദേശത്ത് ഈ ഒരു ചൂലുമായിട്ടുള്ള ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരു വനിതയുടെ വീട്ടിലേക്കാണ് തല പൊട്ടി ചോരയൊലിച്ചുകൊണ്ട് ഒരു കുട്ടി കടന്നു ചെന്നിട്ടുള്ളത്. ആ കുട്ടി പറഞ്ഞത് ആ പ്രദേശത്ത് ഇല്ലാത്ത ആളുകള് അവര് വന്ന് ഇവരൊന്ന് ചോദ്യം ചെയ്ത സമയത്ത് അവര് ബിയറിന്റെ കുപ്പിയെടുത്ത് തലയ്ക്ക് അടിച്ച് ആ തല പൊട്ടി ചോരയൊലിച്ചുകൊണ്ടാണ് ഈ വീടുകളിലേക്ക് ചെന്നിട്ടുള്ളത്. ഇരുട്ടിന്റെ മറവിൽ പലതും നടക്കുന്ന ഒരു സ്ഥലമായിട്ട് കോന്നാട് കടപ്പുറം മാറിയിരിക്കുകയാണ്. ഈ സമൂഹത്തിന്റെ പകലാണ് മാത്രമല്ല കഞ്ചാവ് എന്നുള്ളതായിരുന്നില്ല അവരുടെ വിഷയം എന്നുള്ളതാണ് അവര് കൃത്യമായി പറയുന്നുണ്ട്. കഞ്ചാവ് ആയിരുന്നില്ല അവരുടെ വിഷയം, ഈ സമരത്തിനിറങ്ങിയവരുടെ വിഷയം കൃത്യമായിട്ട് പറയുന്നുണ്ട് അശ്വതി. കഞ്ചാവ് വിൽപ്പന അവിടെ കോന്നാട് കടപ്പുറത്ത് ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവതലമുറ വഴി തെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ നമ്മൾ ഒരിക്കലും മുന്നിൽ നിൽക്കരുത്. തീർച്ചയായും എനിക്ക് തോന്നുന്നില്ല ഈ പാനലിസ്റ്റുകൾക്ക് ആർക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന്. യുവതലമുറ വഴി തെറ്റരുതെന്ന് തന്നെയാണ്. രഞ്ജിനിക്ക് എന്തോ പറയാനുണ്ട്, ഞാൻ രഞ്ജിനിയിലേക്ക് പോകുന്നു. എന്താണ് പറയാനുള്ളത്? വളരെ അതെ പറയും. ഒരേ ഒരു ചോദ്യം ടു നവ്യ. ഈ ചൂല് വെച്ച് അടിച്ചപ്പോ അവരെല്ലാം നിർത്തോ ഈ പരിപാടിയെല്ലാം? നിങ്ങൾ പറയുന്ന ചൂല് വെച്ച് അടിച്ചിട്ടില്ല. ഞാൻ എന്ത് വിചാരിക്കുന്നു മീൻസ് ചൂല് വെച്ചിട്ട് പോയാല് അവർ നിർത്തോ ഈ പരിപാടി? ചോദ്യം. അവർ ഡ്രഗ്സോ എന്തൊക്കെ ചെയ്യുമ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു ചൂടോല് പോണാക്ക അവർ നിർത്തോ? ഈ പ്രദേശത്ത് തൊട്ടടുത്ത ദിവസം No, don't say like that. പേടിക്കോ? എന്റെ ചോദ്യം ചൂല് വെച്ചിട്ട് പോയാൽ ആരെങ്കിലും ഓക്കെ ഇന്ന് ഞാൻ ഡ്രഗ്സ് ചെയ്യില്ല, എനിക്ക് പേടിയാ, ചൂല് കണ്ടാക്ക എനിക്ക് പേടിയാ, അങ്ങനെ ആരെങ്കിലും ചെയ്യോ? ഈ അതാണോ നിങ്ങളോട് റീഹാബിലിറ്റേഷൻ? തോക്ക് കണ്ടാൽ ഭയക്കാത്ത തലമുറ ചൂല് കണ്ടാൽ ഭയക്കുന്നത് എങ്ങനെയാണ്? അല്ലല്ല, ചൂല് റീഹാബിലിറ്റേഷൻ ആണോ? അതാണ് നവ്യ, എനിക്ക് തോന്നുന്നു രഞ്ജിനി ചോദിക്കുന്ന പോയിന്റും അതാണ്. പിന്നെ എന്തിന് ഇങ്ങനെ ഒരു സമരം എന്നാണ് രഞ്ജിനിയുടെ പോയിന്റ്. അല്ല, രഞ്ജിനി പറഞ്ഞു തുടങ്ങിയത് ചൂലെടുത്ത് എന്തിനടിച്ചു എന്നുള്ളതാണ്. ചൂല് കൊണ്ടാണ് ചൂലെടുത്തിട്ട് പോയിട്ട് നിങ്ങൾ അടിച്ചാൽ ഞാൻ അടിച്ചു എന്ന് പറഞ്ഞില്ല, അടിച്ചാൽ അവരെല്ലാം തിരുന്നോ? വിൽ ദേ ചേഞ്ച്? ഇല്ലല്ലോ. ഇത് റീഹാബിലിറ്റേഷൻ കൊണ്ടുവരണം. ഈ ചൂല് വെച്ചിട്ട് എന്താ റീഹാബിലിറ്റേഷൻ ആണ് നിങ്ങൾ ചെയ്യാൻ പോന്നെ? സി രഞ്ജിനി, നിങ്ങൾ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു ഞാനൊരു സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് മഹിളാ മോർച്ചയുടെ പരിപാടിയല്ല. ഇവിടെ ഇങ്ങനെ ഒരു ഒരൊറ്റ നേതാവിനെ പോലും ഒരൊറ്റ അംഗത്തെ പോലും നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കില്ല. ഒരൊറ്റ പ്രവർത്തകയെ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ചർച്ചയ്ക്ക് വന്നിട്ട് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാനും നമ്മൾ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. ശരി, അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ സമരം ഏറ്റെടുത്തല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ആ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയോ? അല്ലെങ്കിൽ നേരത്തെ ലിജീഷ് ചോദിച്ചൊരു ചോദ്യം, ചൂലെടുത്ത കയ്യിൽ താമര എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അതിനോട് എന്താണ് പറയാനുള്ളത്? അത് നിങ്ങൾ പിന്നെ അത് ഓൺ ചെയ്ത് മുന്നോട്ട് പോയല്ലേ ചെയ്യേണ്ടത്? ആ പ്രദേശവാസികൾ ആഗ്രഹിക്കുന്നത് അവിടെ ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളോ ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് ആ ഭാഗത്തുള്ള പ്രദേശവാസികളാണ് ബുദ്ധിമുട്ടുന്നത്. അവരുടെ കുട്ടികളാണ് ഇതിലേക്ക് അകപ്പെട്ടു പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അമ്മമാർക്ക് അതിന്റെ വിഷമം ഉണ്ടാകും. ഒരു അമ്മമാര് പ്രതിഷേധിച്ചതിനെതിരെ ഞാൻ ചോദിക്കട്ടെ, നിയമം കയ്യിലെടുത്തു എന്ന് പറയുന്നു. ഇവിടെ അമ്മമാർ പ്രതിഷേധിച്ചതിനെതിരെ പിറ്റേ ദിവസം ഡിവൈഎഫ്ഐയുടെ ഒരു സമരം നിങ്ങൾ അവിടെ കണ്ടിരുന്നല്ലോ. ആ സമരത്തിൽ ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് പറഞ്ഞത് എന്താണ്? മഹിളാ മോർച്ച ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ മോർച്ചയുടെ സ്ഥാനം മോർച്ചറിയിലായിരിക്കും, മോർച്ചയെ മോർച്ചറിയിൽ എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പൺ എയറിൽ ഈ എന്താ പറയാ വധഭീഷണി മുഴക്കിയിട്ടുള്ള ഡിവൈഎഫ്ഐക്കാരാണ് നിയമം കയ്യിലെടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനെതിരെ ഇവിടെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളും ഇടപെടുന്നില്ലല്ലോ. അതെ, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കാം, ലിജീഷിനോട് ചോദിക്കാം. ലിജീഷ്, വസീഫ് അങ്ങനെ ഒരു പ്രസംഗം നടത്തി, ഞാനത് കണ്ടിരുന്നു. വസീഫിന്റെ പ്രസംഗത്തിന്റെ ഭാഗം ഞാനും കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെ, അല്ലെ ലിജീഷ്? എന്താണ് മറുപടി? അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന്റെ വീഡിയോ റെക്കോർഡിംഗ് ഞാൻ ചോദിക്കാം നവ്യ, ലിജീഷ് പറയും. ലിജീഷ് പറയും മറുപടി. വധഭീഷണി മുഴക്കിയിട്ടുള്ള കേൾക്കൂ നവ്യ, കേൾക്കൂ, ലിജീഷ് പറയുന്നു മറുപടി. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒന്ന്, എവിടെയെങ്കിലും പ്രതിഷേധവും പ്രക്ഷോഭമൊക്കെ നടത്തിയാൽ അത് മഹിളാ മോർച്ചക്കാരായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നതായാണ് മഹിളാ മോർച്ച നേതാവ് പറയുന്നത്. കേരളത്തിനകത്ത് ഇത്തരത്തിലുള്ള എന്ത് സമരവും പ്രക്ഷോഭമൊക്കെയാണ് മഹിളാ മോർച്ച നടത്തല്?
എവിടെയാണ് ഇവർ പ്രതിഷേധമായി വരുന്നത്? ഇവർ ഇപ്പം പറയുന്ന ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്ത് ലഹരിക്കെതിരായ ക്യാമ്പയിനും പ്രക്ഷോഭങ്ങളും സമരങ്ങളും ക്യാമ്പയിനുകളും ഒക്കെ ഏറ്റെടുക്കുന്ന മഹിളാ മോർച്ചയാണോ? അതെവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നോക്കണ്ടേ? കേരളത്തിനകത്ത് ഏറ്റവും വലിയ സമരവും പ്രക്ഷോഭവും ക്യാമ്പയിനൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് ഡിവൈഎഫ്ഐയും അതുപോലെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പോലുള്ള സംഘടനകളാണ് ലഹരിക്കെതിരായി. ഇപ്പോഴും ഞങ്ങൾ ആ ക്യാമ്പയിൻ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് മാധ്യമങ്ങൾക്കറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പിന്നെ മറ്റൊന്ന്, ഇപ്പൊ വീണ് ഉരുളുകയാണ് ഈ മഹിളാ മോർച്ചയുടെ നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാം. അവർക്കിപ്പോ ബോധ്യമായിട്ടുണ്ട് കൃത്യമായി. ചൂലെടുത്ത് സമരം ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പരിഷ്കൃതമല്ലാത്ത അപരിഷ്കൃതമായ സമരരീതികൾ അനുവർത്തിച്ചു കഴിഞ്ഞാൽ കേരള സമൂഹം പുച്ഛിച്ചു തള്ളും. അതവർ മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പൊ മുദ്രാവാക്യം മാറിയത്. ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് ഇവർക്ക് മറുപടി ഇല്ലല്ലോ. ഇവരുടെ മുദ്രാവാക്യം എന്താ? പ്രണയദിനത്തിന് ചൂല് പിടിച്ച കൈ താമരപ്പൂവ എന്ന് പറഞ്ഞാൽ ചൂല് പിടിച്ചത് ആരാ? ചൂല് പിടിച്ചത് മഹിളാ മോർച്ചക്കാരാണല്ലോ. അവരാണല്ലോ താമര പൂവായിട്ട് പ്രണയദിനത്തിൽ വരുന്നത്. അപ്പൊ ഈ സമരത്തെ തള്ളിക്കളയുക എന്ന് പറയുന്നത് മാത്രമല്ല, അവർ ഈ സമരത്തെ തുറന്ന് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ മറ്റു വാദങ്ങൾ പറയുക. പിന്നെ അവിടെ ഡിവൈഎഫ്ഐ പ്രതിഷേധ സമരം സംഘടിപ്പിച്ച സമയത്ത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് പ്രസംഗിച്ചത് എന്താ? കേരളത്തിലെ BJP ആയാലും മോർച്ചക്കാരായാലും എല്ലാം അവരെ കേരളത്തിലെ ജനങ്ങളെല്ലാം രാഷ്ട്രീയമായി മോർച്ചറിയിലേക്ക് അയച്ചതാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതൊരു രാഷ്ട്രീയ പ്രയോഗമാണ്. നമ്മൾ പറയില്ലേ, പിന്നെ ശവപ്പെട്ടിക്ക് അവസാനത്ത് ആണിയടിച്ചു. അതിന്റെ അർത്ഥം എന്താ പറയുന്നത്? ഇന്ന് ആളെ പിടിച്ച് ശവപ്പെട്ടി കയറ്റിയെന്നാണോ? ഈ പറയുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനത എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന BJPക്കാരെയും അതിന്റെ മറ്റനുബന്ധ സംവിധാനങ്ങളെയും സംഘടനകളെയും എല്ലാം മോർച്ചറിയിലാണ് നിർത്തിയിട്ടുള്ളത്. അതേ ഗതിയായിരിക്കും കോഴിക്കോട്ടെ മഹിളാ മോർച്ചക്കാർക്കും എന്നാണ് രാഷ്ട്രീയപരമായിട്ടല്ലേ കണ്ടത്. അതല്ലാതെ അതിന് വേറെ തരത്തിൽ ഇവർ വക്രീകരിച്ചു കൊണ്ടുപോകാൻ ശ്രമം നടത്തുകയാണ്. അത് ശരിയായ രീതിയല്ല. വസീഫ് പറഞ്ഞതിൽ യാതൊരു തെറ്റും അതുമായി ബന്ധപ്പെട്ട് ശരി, അങ്ങനെയാണ് നവ്യ, അതാണ് അവർ ഉദ്ദേശിച്ചത്. എന്തായാലും ചർച്ച തുടരും. എനിക്ക് തോന്നുന്നു ദീപയ്ക്ക് ഒരുപാട് കാര്യം നവ്യയോട് സംസാരിക്കാനുണ്ട്. നേരത്തെ തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ വളരെ വേഗം മടങ്ങിയെത്താം എല്ലാ അതിഥികളിലേക്കും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന PM വിശ്വകർമ്മ പദ്ധതിയിൽ സംസ്ഥാനത്ത് കൂടുതൽ പേരെ സംരംഭകരാക്കാൻ നടപടികൾ തുടങ്ങി. ഇതിന്റെ ഭാഗമായി വയനാട് ജില്ലയിൽ പ്രത്യേക ക്യാമ്പയിന് തുടക്കം. എല്ലാ ജില്ലകളിലും MSME പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന് മലപ്പുറത്ത് തുടക്കം. യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിലാണ് ചർച്ച. ന്യൂഡൽഹിയിലെ ജാമിയ സനാബിൽ ഡയറക്ടർ ഷൈഖ് മുഹമ്മദ് റഹ്മാനി ഉദ്ഘാടനം ചെയ്തു. PA കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായിരുന്നു. പാലക്കാട് മണ്ണേക്കാട് AUP സ്കൂളിൽ പാചകപ്പുരയുടെ നിർമ്മാണം പൂർത്തിയായി. MLA ഫണ്ടിൽ നിന്ന് 9 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാചകപ്പുര നിർമ്മിച്ചത്. മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സാരഥികളും സ്കൂൾ അധികൃതരും പങ്കെടുത്തു. സഹപാഠിക്ക് വീട് വയ്ക്കാൻ ബിരിയാണി ചലഞ്ച് നടത്തി. ഭൂമി വാങ്ങി നൽകി കൂട്ടുകാർ. പുത്തനത്താണി ചേരൂരാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളാണ് സഹപാഠിക്ക് കൈത്താങ്ങുമായി എത്തിയത്. ബിരിയാണി ചലഞ്ചിലൂടെ വിദ്യാർത്ഥികൾ വാങ്ങിയ ഭൂമിയുടെ കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം തിരൂർ MLA കുറുകോളി മൊയ്തീൻ നിർവഹിച്ചു. കോഴിക്കോട് കള്ളന്തോട് PSK തങ്ങളുടെ ഉറൂസ് മുബാറക്കിന് തുടക്കമായി. സ്നേഹസംഗമം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉറൂസ് മുബാറക്കിൽ ജാതിമത ഭേദമന്യേ 10,000-ങ്ങളാണ് പങ്കെടുത്തത്. 25,000 ആളുകൾക്ക് 10 കിലോ വീതം അരിയും സൗജന്യ മരുന്നുകളും സമ്മാനങ്ങളും നൽകും. അന്നദാനത്തിന് പുറമെ കവാല ഉൾപ്പെടെയുള്ള കലാപരിപാടികളും അരങ്ങേറി. കൊല്ലം കുന്നിക്കോട് വിളക്കുടിയിൽ കാണാതായ ദമ്പതിമാർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. വിളക്കുടി അവണീശ്വരം സ്വദേശി രാജി, ഭർത്താവ് വിജേഷ് എന്നിവരാണ് മരിച്ചത്. രാജി മിനി ബസിന് മുന്നിൽ ചാടി മരിച്ച മണിക്കൂറുകൾക്കകമാണ് KSRTC കണ്ടക്ടറായ വിജേഷിനെ വിജനമായ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടത്. പീഡന പരാതിയിൽ വൈദികനെതിരെ കേസ്. CSI സഭ തിരുവനന്തപുരം LMS ആസ്ഥാനത്ത് ബുക്ക് സ്റ്റാളിന്റെ ചുമതലയുള്ള ഫാദർ ജസ്റ്റിസ് കുമാറിനെയാണ് എതിരെയാണ് കേസ്. ജീവനക്കാരുടെ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. കൊടുങ്ങല്ലൂർ മതിലകത്ത് വീട് ആക്രമിച്ച യുവാവിനെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. കോതമ്പറമ്പ് സ്വദേശി സിജീഷിനെ ആക്രമിച്ച കേസിലാണ് പ്രതി വിഷ്ണുപ്രസാദ് അറസ്റ്റിലായത്. അയൽ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയത് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം.
എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്ക് ഉയർത്തി. 8.25% പലിശ നിരക്ക്. 3 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പലിശ നിരക്കാണിത്. ഡോക്ടർ BR അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ബാബാ സാഹിബ് സംസ്ഥാന അവാർഡുകൾ ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് സമ്മാനിച്ചു. ആതുര സേവന രംഗത്തെ പ്രവർത്തനത്തിന് വ്യവസായി ഷിജു മാത്യു പുരസ്കാരത്തിന് അർഹനായി. മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അജീഷിന്റെ മരണം ഞെട്ടിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി MP. സംസ്ഥാന സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ധനസഹായം നൽകണമെന്നും രാഹുൽ. SFIO അന്വേഷണത്തിനെതിരെ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് സമർപ്പിച്ച ഹർജി കർണാടക ഹൈക്കോടതി നാളെ പരിഗണിക്കും. ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കഴിഞ്ഞ ദിവസമാണ് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് തുടക്കമിട്ട ഇന്ന് CPM സംസ്ഥാന സമിതി യോഗം. ത്രികോണ പോരാട്ടം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നേരത്തെ മത്സരത്തിനൊരുങ്ങുകയാണ് ലക്ഷ്യം. ആലപ്പുഴ മണ്ഡലത്തിൽ സിറ്റിംഗ് MP ആരിഫ് തന്നെയാകും CPMനായി ജനവിധി തേടുക. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം. KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നിയുടെ കണ്ണൂർ ജില്ലയിലെ പര്യടനം ഇന്ന് അവസാനിക്കും. രാവിലെ ജനകീയ ചർച്ചാ സദസ്സോടുകൂടിയാണ് ഇന്നത്തെ പരിപാടികൾ തുടങ്ങുക. പയ്യാമ്പലത്ത് രാവിലെ 9:30 ചർച്ചാ സദസ്സ്. ബീഹാറിൽ നിതീഷ് കുമാർ നാളെ വിശ്വാസ വോട്ട് തേടും. MLA-മാരെ വിലക്കെടുക്കാൻ ശ്രമം നടക്കുന്നുവെന്ന പ്രത്യാരോപണങ്ങൾക്കിടെയാണ് വിശ്വാസ വോട്ടെടുപ്പ്. കോഴിക്കോട് കോനാട്ട് ബീച്ചിലെ ചൂലെടുത്തുള്ള പ്രതിഷേധം അത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ശ്രീമതി ദീപ അനിലിലേക്കാണ്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ദീപ നേരത്തെ നവിയോട് സംസാരിക്കാനായി കൈ ഉയർത്തുന്നുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം ഇതിലുള്ളത് യുവത്വം അതിരുവിടുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടി നമ്മുടെ ഈ ചർച്ചയ്ക്ക് കീഴിലേക്ക് വരും. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മളത് ചർച്ച ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ഇത് പ്രധാനമായി. ശരിക്കും ഞാൻ വളരെ അത്ഭുതത്തോടെയാണ് ശ്രീമതി നവ്യ ഹരിദാസിന്റെ വാദങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. എന്താണ് BJPയും മഹിളാ മോർച്ചയും ശ്രീമതി നവ്യയുമൊക്കെ ഇന്നത്തെ യുവതയെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഒന്നങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ പുറകെ വടിയുമായിട്ടും ചൂലുമായിട്ടും പോകേണ്ട അത്രയും തരംതാണ സാംസ്കാരിക നിലവാരമുള്ളവരാണോ അവർ? അല്ല, മയക്കുമരുന്ന് അവിടെ കൊണ്ടുപോകുന്നു എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് മുൻപും ഈ ഒരു പ്രശ്നത്തിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ സമീപവാസികളായിട്ടുള്ളവർ അറിഞ്ഞിരുന്നു എങ്കിൽ ഈ രീതിയിലായിരുന്നു അവരൊരു പ്രതിഷേധം നടത്തേണ്ടത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP എങ്കിൽ ഈ രീതിയിൽ നടന്ന ഒരു സമരത്തിനെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണോ വേണ്ടത്? അവരെ തിരുത്തുകയാണോ വേണ്ടത്? ഇത് തെറ്റാണെന്ന് സ്വയം മനസ്സിലായിട്ടും അവിടെ കടിച്ചു തൂങ്ങി നിന്നുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. ഞങ്ങൾ അതിനെ സപ്പോർട്ട് ഞങ്ങൾ മഹിളാ മോർച്ചക്കാരല്ല അവിടെ വന്നത്, പക്ഷേ ഞങ്ങൾ അവിടെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മഹിളാ മോർച്ചക്കാർ എവിടെയാ ഉള്ളത്? ഇവിടെ നിങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ നിൽക്കുന്നു എന്നല്ലാതെ ഈ കേരളത്തിലെ എല്ലാ സ്ഥലത്തും മഹിളാ മോർച്ച എന്നൊരു സംഘടന ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മറ്റ് വനിതാ സംഘടനകൾ പോലെ. അപ്പോൾ അവിടെ വന്ന ആൾക്കാരെ പിന്തുണ കൊടുത്തുകൊണ്ട്, അവർ ചെയ്യുന്ന എന്ത് കാര്യങ്ങൾക്കും പിന്തുണ കൊടുത്തുകൊണ്ട് ഈ രീതിയിൽ അവരെ നിങ്ങളിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരിക എന്നുള്ളത് എന്ത് മോശത്തരത്തിനും കൂട്ടുനിൽക്കുക എന്നുള്ളതല്ലേ? ഇത് കേരളമാണ് സംസ്ഥാനം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇവിടെ നിങ്ങളുടെ ഉത്തർപ്രദേശിൽ നടക്കണ പോലുള്ള ഏകാധിപത്യ രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളോ മറ്റ് സംഘടനകളോ അനുവദിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ ഇതൊരു ചെറിയ പ്രശ്നമായിട്ട് പറയുന്നു. നിങ്ങൾ പറയുന്നു യുവത എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞല്ലോ അവിടെ ഒരു ഡാർക്ക് സ്പോട്ടാണ് പല സ്ഥലങ്ങളും. നിങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഈ ഒരു പ്രദേശത്തെ മുഴുവൻ കാറ്റഗറൈസ് ചെയ്യുവാണോ? ഇത് മോശം പ്രദേശമാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നവരെല്ലാവരും മോശക്കാരാണ്? ഇന്ന് അവിടെ കണ്ട ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതിൽ അവിടെ സാധാരണക്കാരായ മറ്റാൾക്കാർ, അവിടെ കൗമാരക്കാരായിട്ടുള്ളവരെല്ലാം മറ്റുള്ളവരെ പോലും ഇവർ ചൂലുമായിട്ട് ചെല്ലുകയും അവരൊക്കെ തന്നെ ഇവരുമായിട്ട് വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നതൊക്കെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അവിടെ കണ്ടത് ന്യായീകരിക്കുന്ന രീതിയിൽ ഒരു വിശദീകരണം വെച്ചേക്കുവാണ് BJPയുടെ നേതാക്കന്മാർ. എന്നിട്ട് ഇതിനെ പിന്തുണയ്ക്കുകയാണ്.
ഞങ്ങളുടെ ഇതിൽ വന്നതിൽ, എന്നിട്ട് എടുത്തു പറയുകയാണ് എവിടെയും വർഗീയത തിരികെ കയറ്റുകയാണ്. ഞങ്ങളുടെ കൂടെ വന്നതിൽ തട്ടമിട്ടവരുണ്ട്, ഞങ്ങളുടെ കൂടെ വന്നവർ പർദ്ദ ഇട്ടവരുണ്ട്, അവിടെ വന്നവർ കുറിയിട്ടവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും വർഗീയത വിളമ്പിക്കൊണ്ട് ഈ രീതിയിൽ ഇതിനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് തീർച്ചയായിട്ടും BJPയുടെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് പോകുന്നതെന്നുള്ളതിനുള്ള കൃത്യമായ ഉദാഹരണമാണിത്. ഇത് ചെറിയ കാര്യങ്ങൾ കൊണ്ടുവന്ന്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു മറൈൻ ഡ്രൈവിൽ നടന്ന ഒരു സദാചാര പോലീസിങ്ങിന്റെ ഒരു ഫലം എന്താണെന്ന് കേരളം കണ്ടതാണ്. അന്ന് ചുംബന സമരം പോലുള്ള DYFI പോലുള്ള സംഘടനകൾ എന്താണെന്ന് കാണിച്ചു കൂട്ടിയെന്ന് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമായിരുന്നു അവിടെ അതിലും വലിയ സദാചാര വിരുദ്ധത നടന്നത്. അപ്പോൾ അതിന് വീണ്ടും സാക്ഷിയായി ഇതൊരു മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി BJPക്കാർ ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയാണിത്. അല്ലാതെ ഇത് കുറേ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ നിയമ സംവിധാനം ഉണ്ടെന്നറിയാം. എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതികൾ കൊടുത്തു, എന്നിട്ടും പോലീസ് അതിൽ കേസ് എടുത്തില്ല എന്ന് ഇപ്പോൾ ശ്രീമതി നവ്യ പറയുന്നു. എന്തുകൊണ്ട് മഹിളാ മോർച്ച അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു സമരം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയില്ല? ഇങ്ങനെ സദാചാര വിരുദ്ധത അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ പലതവണ ജനങ്ങൾ, അവിടെയുള്ള സമീപവാസികൾ, പ്രദേശവാസികൾ കംപ്ലൈന്റ് ചെയ്തിട്ടും പോലീസ് ഇടപെടുന്നില്ല എന്നുകൊണ്ട് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിലേക്കോ ഒരു സമരം നടത്താൻ എന്തുകൊണ്ട് മഹിളാ മോർച്ച എന്ന് പറയുന്ന നിങ്ങളുടെ സംഘടന തയ്യാറായില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ BJP എന്ന് പറയുന്ന സംഘടന തയ്യാറായില്ല? അപ്പോൾ കുറെ സ്ത്രീകളെ കൊണ്ടുവന്ന് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ള BJPയുടെ തന്ത്രം, അതിന് ഏത് മാർഗവും സ്വീകരിക്കുക എന്നുള്ളതാണ്. കാരണം അതിന് മീഡിയ അട്രാക്ഷൻ വേണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും അപരിഷ്കൃതമായ രീതിയിൽ കേരള സമൂഹം ഒന്നടങ്കം ലജ്ജിക്കേണ്ട രീതിയിൽ ചൂലുമായിട്ട് അവിടെ സ്ത്രീകൾ പോയത്. ഞാൻ പറയട്ടെ, വിദേശ രാജ്യങ്ങളിൽ നമ്മൾ കുട്ടികളെ പഠിക്കാൻ അയക്കുന്നുണ്ടല്ലോ, അവിടെ അവർ പോയിട്ട് ഏത് കടപ്പുറത്താണ് ഇരിക്കുന്നത്, ഏത് മണപ്പുറത്താണ് ഇരിക്കുന്നത്, നിങ്ങളിവിടെ ക്യാമറ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണോ? അങ്ങനെ പോകുന്ന കുട്ടികളൊക്കെ മോശമായി പോവുകയാണോ? ഇതിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയും. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം മുതിർന്നവർക്കും സമൂഹത്തിനും പോലീസിനുമുണ്ട്. പക്ഷേ അത് ആ നിയന്ത്രണത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ നിയന്ത്രിക്കാവൂ. ഇന്നത്തെ കുട്ടികളാണ്, കുട്ടികളുടെ പ്രായം എന്താണ്? നിങ്ങൾ രഞ്ജിനി മാഡം ചോദിച്ച പോലെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ചൂലുകൊണ്ടും വാളുകൊണ്ടും ചെന്ന് കഴിഞ്ഞാൽ ഈ കുട്ടികൾ അനുസരിക്കുമോ? നാളെ ഇവരിതിനപ്പുറമായിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ അവർ നാളെ വേറൊരു സ്ഥലത്ത്. അവർക്ക് അവബോധം കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അവർ, പോലീസ് ഉണ്ടല്ലോ അവിടെ, പോലീസ് നോക്കി നിൽക്കെ ആയിരുന്നല്ലോ ഇന്ന് ഈ സ്ത്രീകളുടെ പ്രകടനം. അപ്പൊ പോലീസ് എന്താണ് ചെയ്തത് അവിടെ? അപ്പൊ ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ തകരാറുമുണ്ട് ഇതിൽ. പോലീസ് നോക്കി നിൽക്കെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇവിടെ ഭരണ സംവിധാനവും ആഭ്യന്തര വകുപ്പും ഇവിടെ എന്ത് ചെയ്യുകയാണ്? അങ്ങനെ ചൂലെടുത്ത് സമരം ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ പല റിപ്പോർട്ടുകളും കേൾക്കുന്നുണ്ട്. DYFIയുടെ ആൾക്കാരെ ഇവിടെ കഞ്ചാവുമായിട്ട് പിടിക്കുന്നു, DYFIയുടെ ആൾക്കാരെ അവിടെ കഞ്ചാവുമായിട്ട് പിടിക്കുന്നു എന്നൊക്കെ നമ്മൾ ദിവസേന പത്രം തുറക്കുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ ഈ കേരളത്തിലുള്ളവർ മുഴുവൻ ചൂലുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സ്കൂളുകളിലൊക്കെ ജനങ്ങൾ കൂട്ടായി ചേർന്നുകൊണ്ട് പലയിടത്തും മീറ്റിങ്ങുകൾ കൂടി ഓരോ സമിതികൾ, ജനജാഗ്രതാ സമിതികൾ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നതിന് വേണ്ടി ജനജാഗ്രതാ സമിതികൾ ഉണ്ടാക്കുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അവർ ചെയ്യുന്നത് ഇത് നമ്മൾ മോണിറ്റർ ചെയ്യുക, സാധാരണക്കാരായ ജനങ്ങളും അത് മോണിറ്റർ ചെയ്യുക, അതിനുള്ള അവബോധം കൊടുക്കുന്ന ക്ലാസ്സുകളുണ്ട്. അപ്പോൾ എന്താണ് അങ്ങനെ ചെയ്യുക? അതിനടുത്തുള്ള ഇപ്പോൾ സ്കൂളുകളിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്? സ്കൂളുകളിലൊക്കെ മയക്കുമരുന്ന്, സ്കൂളിന്റെ പരിസരങ്ങളിൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നു എന്നുള്ള വ്യാപകമായ റിപ്പോർട്ട് ഒരു 6 മാസം മുമ്പ് വളരെ വ്യാപകമായ ഒരു റിപ്പോർട്ടിംഗ് വന്നിരുന്നല്ലോ. ആ സമയത്ത് എന്താ ഇതുപോലെ ജനജാഗ്രതാ സമിതികൾ ഉണ്ടാക്കിക്കൊണ്ട് തൊട്ടടുത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള കച്ചവടക്കാരെ ഉൾപ്പെടെയുള്ളവരെ അവബോധം സൃഷ്ടിച്ചുകൊണ്ട് അത് വളരെ മാന്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നു. ഇപ്പോഴും പോലീസ് പട്രോളിംഗ് ഉൾപ്പെടെയുള്ള അവിടെ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പോകുന്നു. അതിന് പകരം സ്കൂളുകളിലൊക്കെ അമ്മമാര് ചൂലുമായിട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നവ്യ, ആദ്യം മുതലേ ചോദിക്കുന്ന ഒരു കാര്യം, ഈ സമരത്തിന്റെ രീതി അത് ശരിയായില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ചൂലെടുത്തുകൊണ്ട് പോയി അവിടെ ഇരിക്കുന്നവരെയൊക്കെ ആട്ടി ഓടിക്കുക, അല്ലെങ്കിൽ ഇതൊരു അവസാന ഇതാണ് വാക്കാണ്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ഇനി വന്നാൽ നടപടി ഉണ്ടാകും, നിങ്ങൾ അടിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു പോയി. ആ രീതിയാണ് ഇപ്പോൾ വലിയ പ്രശ്നം. ഇതൊരു സമരമല്ല, ഇതൊരു കീഴ്വഴക്കമായി കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. ഇനിയും വന്നാൽ ചൂലെടുക്കും, ഇനിയും ഇവിടെ ആൾക്കാർ വന്നാൽ ചൂലെടുത്ത് പോകുമെന്ന് പറഞ്ഞാൽ ഇത് ഇന്നുകൊണ്ട് നിർത്തി. ഇതെങ്ങനെയാ ഒരു സമര രീതി എന്ന് പറയുക? ഇത് ഇനി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഇതൊരു സംസ്കാരത്തിന്റെ ഭാഗമാകാൻ പോവുകയാണോ? അതെ, നവ്യ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി, അതിനും കൂടി ഞാൻ ഒപ്പം ചോദിക്കുകയാണ്. അവിടുത്തെ ഒരു പ്രാദേശികമായിട്ട് അവിടെ പ്രശ്നമുണ്ട്, കുടുംബമായി ജീവിക്കുന്നവരുണ്ട്, നിറയെ കുട്ടികൾ നമുക്ക് ആ സമരത്തിൽ കാണാം. അപ്പോൾ അവർക്കൊന്നും കാണാൻ പാടില്ലാത്ത പലതും അവിടെ ബീച്ചിൽ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു ഭാഗം കൂടിയുണ്ട്. അതും ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. നവ്യയുടെ മറുപടി അതിന് വേണം. ഒപ്പം ഈ സമര രീതി അത് ശരിയല്ല എന്ന കാര്യത്തിൽ ഞാനും ഉറച്ചു നിൽക്കുന്നു. അതിനുള്ള മറുപടി കൂടി. എനിക്ക് മുൻപേ സംസാരിച്ച
ഈ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എങ്ങനെ ഒരു ഡാർക്ക് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ ഒരു പ്രദേശത്തെ അവിടെ വരുന്ന ആളുകളെ വിലക്കുന്നു എന്നുള്ളതാണ്. ഈ ഡാർക്ക് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഡാർക്ക് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. നമ്മുടെ കോഴിക്കോട് നഗരത്തിലെ 24 ഡാർക്ക് സ്പോട്ടുകളിൽ ഒന്നാണ് മലപ്പുറം. അത് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതല്ല, ഒരു ഔദ്യോഗിക വിഭാഗം, ഒരു ഔദ്യോഗിക വകുപ്പ് അവിടെ നടന്നിരുന്ന മുൻപുണ്ടായിരുന്ന നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന. നവ്യയുടെ ഓഡിയോയില് ചെറിയ ക്ലാരിറ്റി പ്രശ്നമുണ്ട്. നവ്യ ഒന്ന് മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ക്ലാരിറ്റി പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ തോന്നുന്നു. ഒന്ന് നോക്കൂ, നവ്യ പറയുന്നത് ഞങ്ങൾക്ക് ക്ലിയർ ആയി കേൾക്കുന്നില്ല. ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യൂ, ഒന്ന് സംസാരിക്കൂ. കേൾക്കാമോ നവ്യ? ഒന്ന് സംസാരിക്കൂ, കേൾക്കട്ടെ. നവ്യ ഒന്നത് അൺമ്യൂട്ട് ചെയ്യാമോ? ഇപ്പൊ മുഴുവനായി മ്യൂട്ടായി പോയി, ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ശരി, ഞാൻ നവ്യയിലേക്ക് വരാം. നവ്യയുടെ ഓഡിയോ ശരിയാവാനുണ്ട്. ലിജീഷിലേക്ക് ഞാൻ പോവുകയാണ്. ലിജീഷ്, നമ്മൾ ഈ ചർച്ചയിൽ വളരെ പ്രധാനമായ ഒരു ഭാഗം അതെടുത്തു പോവുക തന്നെ ചെയ്യേണ്ടതല്ല. ഈ അതിര് കടക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യം, ഈ അതിരെവിടെയാണെന്നുള്ളത് മറു ചോദ്യം അവരപ്പം തന്നെ ചോദിക്കും. ഈ അതിരെവിടെയാണെന്നുള്ളത്, സൗഹൃദത്തിന് അതിരുണ്ടോ, പ്രണയത്തിന് അതിരുണ്ടോ, അത് ഞങ്ങൾ എവിടെ കാണിക്കണം അല്ലെങ്കിൽ എവിടെ കാണിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുമ്പോഴും യുവതലമുറ എന്ന് പറയുന്ന വലിയൊരു നമ്മുടെ ഒരു സ്വപ്നം അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വമൊക്കെ അവിടെ നിൽക്കുകയാണ്. എന്താണ് ഡിവൈഎഫ്ഐക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഈ ചൂലെടുത്ത സമരം അത് മാറ്റി നിർത്തുകയാണെങ്കിൽ അവർ ഉയർത്തുന്ന വലിയ കാര്യങ്ങൾ, ഒന്ന് കഞ്ചാവ് അതിൻ്റെ ഉപയോഗം, രണ്ട് അവിടെ സമീപവാസികൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ മുരളിത്തുമാർ കൂടി പറഞ്ഞതുപോലെ കണ്ടില്ലെന്ന് നടിച്ചാൽ പോരെ എന്ന് അവിടെ പറ്റാത്തവരുണ്ടാകും. എന്താണ് ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ആ കടപ്പുറത്തിന് വേണ്ടി അവിടെ ആ പ്രദേശവാസികൾക്ക് വേണ്ടി ഇനി ചെയ്യാൻ പോകുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അല്ല, ഇതിനകത്ത് നേരത്തെ ഈ മഹിളാ മോർച്ചയുടെ നേതാവ് പറഞ്ഞത് കോഴിക്കോട് കൊനാട് ബീച്ചിലും കോഴിക്കോട് ബീച്ചിലും ഒക്കെ വരുന്നവരൊക്കെ തിരിഞ്ഞു പോകുന്നു, അവിടേക്ക് ആളുകൾ വരാൻ പഠിക്കുന്നു എന്ന നിലയിലൊക്കെയാണ്. നിങ്ങൾ നാളെ വൈകിട്ട് ഇപ്പൊ ന്യൂസ് 18 ആയാലും മറ്റേത് ചാനലായാലും കോഴിക്കോട് ബീച്ചിനകത്തൊന്ന് വാ. നിങ്ങളൊക്കെ പലപ്പോഴും വരുന്ന സ്ഥലമാണല്ലോ. എന്തുമാത്രം ആളുകളാണ് വരുന്നത്. ഇവിടെ വരാൻ ആളുകൾ മടിക്കുന്നുണ്ടോ? അത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ള, അത്രയ്ക്ക് ആസ്വദിക്കാൻ ശേഷിയുള്ള, അത്രയ്ക്ക് സംവിധാനങ്ങളൊക്കെ ഉള്ള, ബീച്ചിന്റെ സൗന്ദര്യമുള്ള ഒരു പ്രദേശമാണിത്. അവിടെയാണ് ഇവർ ഇത്തരത്തിലുള്ള തെറ്റായ രീതി അവലംബിക്കുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വരുന്നവരെല്ലാം സമ്പൂർണമായി ശരിയായിരിക്കുമെന്ന അവകാശവാദമൊന്നും ഞങ്ങൾ പറയില്ല. ചിലപ്പോൾ അതിനകത്തൊക്കെ ചില തെറ്റ് സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ടാവും, മറ്റു വിഷയങ്ങൾ വരുന്നുണ്ടാവും. അതൊക്കെ ആ രീതിയിലാണ് നമ്മൾ പരിഹരിക്കേണ്ടത്, ഇടപെടേണ്ടത്. അതിനു പകരം അതെല്ലാം വേറെ തരത്തിലേക്ക് കൊണ്ടുപോയി തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് വലിയ അപകടം ചെയ്യുന്ന കാര്യമാണ്. നേരത്തെ മറ്റ് പ്രമുഖരൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതിയ യുവത്വത്തെ കാണാൻ പോലും കഴിയാത്ത നിലയിലേക്ക് ഇവർ ആകെ മാറുകയാണ്. ഇവർക്ക് അത് ഉൾക്കൊള്ളാനോ സംവിധാനത്തിനൊക്കെ ഒന്നും കഴിയാത്ത നിലയിലേക്ക് പോവുകയാണ്. പിന്നെ നേരത്തെ ഒരു കാര്യത്തിനോട് എനിക്ക് സൂചിപ്പിച്ചു പോകണ്ട. ഇവിടെ മഹിളാ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞ കാര്യമുണ്ട്, പ്രബുദ്ധ കേരളം അംഗീകരിക്കില്ല, ഞങ്ങള് എല്ലാം അതിനനുസരിച്ച് എതിർക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയം ഉണ്ടായതിനു ശേഷം എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉയർത്താൻ വിഷയം ഉണ്ടായതിനു ശേഷമെങ്കിലും ഈ മഹിളാ കോൺഗ്രസുകാർക്ക് കഴിയുന്നുണ്ടോ? ഈ പറയുന്ന മീഡിയ റൂമിലും ചാനൽ റൂമിലും വന്ന് ഇങ്ങനെ വർത്തമാനം പറയുകയല്ലാതെ കേരളീയ പൊതുസമൂഹത്തിനകത്ത് ഇത്തരത്തിൽ ലഹരിക്കെതിരായ ക്യാമ്പയിൻ ആയാലും അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളായാലും BJP നടത്തുന്ന ക്യാമ്പയിൻ ആയാലും ഈ മോർച്ചക്കാർ നടത്തുന്ന ഈ ക്യാമ്പയിന് എതിരായിട്ട് ഇവർ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തി? ശരി, ഞാനൊന്ന് ചോദിക്കട്ടെ. അതിന് ഞാൻ ദീപാനിനോട് ചോദിച്ചു പോവാം. നമുക്ക് സമയം വളരെ കുറവാണ്, വളരെ കുറവ്. ദീപാനിൽ വളരെ ചെറിയ മറുപടി. അതെ, ചെറിയ മറുപടി. ലഹരിക്കെതിരായി മഹിളാ കോൺഗ്രസ് തന്നെ നടത്തിയ സമരങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടുത്തെ മീഡിയയുടെ പഴയ ദിവസങ്ങളിലെ ഒരു 2-3 മാസങ്ങൾക്കുള്ളിലെ തന്നെ മീഡിയയിലെ ദൃശ്യങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സമരങ്ങളാണ് മഹിളാ കോൺഗ്രസ് ഇത് ഈ മദ്യമാഫിയക്കെതിരായിട്ടുമാണെങ്കിലും മയക്കുമരുന്നിനെതിരായിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള വിപത്തുകൾക്കെതിരായി സാമൂഹ്യ വിപത്തുകൾക്കെതിരായും ഈ ഭരണത്തിന്റെ ഇവിടെ നടക്കുന്ന ഭരണ തകർച്ചക്കെതിരായിട്ടും മഹിളാ കോൺഗ്രസ് ഏറ്റെടുത്ത് നടത്തിയതുപോലെ നിങ്ങളുടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആവട്ടെ, മഹിളാ മോർച്ച ആവട്ടെ, ഒരു സമരവും ഇപ്പോൾ ഇവിടെ നടത്തുന്നില്ല. അത് ശരി, ഒറ്റ ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ചൂലെടുത്തുള്ള സമരത്തിന് നിങ്ങൾ എന്തുകൊണ്ട് എതിർത്തില്ല? ചൂലെടുത്തുള്ള സമരം വെറും മീഡിയ അട്രാക്ഷന് വേണ്ടി മാത്രമുള്ള ഒരു സമരമായിരുന്നു എന്നും ഇതൊരു സാംസ്കാരികമായിട്ടുള്ളതല്ലെന്നും അതിനെ ഒരു ഹൈപ്പ് കൊടുത്തുകൊണ്ട്
മറ്റു രീതിയിലേക്ക് അത് കൊണ്ടുപോകണ്ട എന്നുമുള്ള സാംസ്കാരിക ബോധമുള്ളത് കൊണ്ട് മഹിളാ കോൺഗ്രസ് ഇതിനെതിരെ കേട്ടോ. മഹിളാ കോൺഗ്രസ് കാണാത്തതല്ല, അത് അവഗണിച്ചതാണ്. ചർച്ച പൂർണ്ണമാവുകയാണ്. ഞാൻ രഞ്ജിനി മാഡത്തിലേക്ക് അവസാനമായിട്ട് ഒരൊറ്റ വരിയിൽ നമുക്ക് രഞ്ജിനി മാഡം പ്രതീക്ഷയുണ്ടോ കേരളത്തെ കുറിച്ച്? വളരെ വേഗം പറയൂ, വളരെ വേഗം പറയൂ. ശരി ലിജീഷ്, ഈ ഫ്ലോറിൽ നടത്തുന്നത് പ്രതികരണമല്ലേ? പ്രതികരണമാണ്. പക്ഷെ നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയതുപോലെയുള്ള കാര്യങ്ങൾ കാണിച്ച് ഇതിന് ആവശ്യമില്ലാത്ത ഒരു ഹൈപ്പ് കൊടുത്ത് മീഡിയ കൂട്ടേണ്ട കാര്യം ഞാനത് പറഞ്ഞു. ഞാൻ വളരെ 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 ചുരുക്കി പറഞ്ഞു, അത് അവഗണിച്ചതാണെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രഞ്ജിനി മാഡം. അതെ, ശരി ശരി ലിജീഷ് പറഞ്ഞോളൂ. രഞ്ജിനി മാഡം പറഞ്ഞോളൂ. ഓക്കെ, എനിക്ക് ലിജീഷിനോട് ഒരു മാഡം വളരെ വളരെ വേഗത്തിൽ വേണം, നമുക്ക് സമയം അവസാനിക്കാം. അപ്പീലാണ്. നാളെ ഇവരെ അറസ്റ്റ് ചെയ്യുമോ? അതാണ് എന്റെ ചോദ്യം. അത്രേ ഉള്ളൂ. ലിജീഷ് വേഗം പറഞ്ഞു, വേഗം പറഞ്ഞു. പോലീസിനെ കുറിച്ചാണ് വളരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിച്ച് തന്നെ മുമ്പോട്ട് പോകും. അതിനകത്ത് ആർക്കും ഒരു ആശങ്കം വേണ്ട. അതിനകത്ത് ഡിവൈഎഫ്ഐ ഇടപെടേണ്ടതുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐ ആ തരത്തിൽ ഇടപെടുകയും ചെയ്യും. അതിലൊരു ആശങ്ക ആർക്കും വേണ്ടതില്ല. ലിജീഷിനോട് ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനയുടെ നേതാവ് എന്നുള്ള രീതിയിൽ ഇന്ന് അവിടെ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ട് പോലീസ് അവിടെ നിഷ്ക്രിയരായി? പോലീസ് എന്ത് നടപടിയാണ് അവിടെ എടുത്തത്? പോലീസ് സംയമനത്തോടെ എന്ത് നടപടിയാണ് അവിടെ എടുത്തത്? നിങ്ങൾ അതിനുശേഷം സമരം ചെയ്തല്ലോ, യുവജന സംഘടന സമരം ചെയ്തല്ലോ. പക്ഷെ നിങ്ങളുടെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ പോലീസുകാർ ഇന്ന് അവിടെ എന്താ ചെയ്തത്? എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ഈ ഫ്ലോറിൽ വന്നിട്ട് ഡിവൈഎഫ്ഐക്കെതിരായിട്ട് വർത്തമാനം പറയല്ലാതെ ഒരു വിഷയം വരുന്ന സമയത്ത് അതിനകത്ത് പ്രതികരണം വേണ്ടേ? നിങ്ങളൊരു രാഷ്ട്രീയ സംവിധാനമല്ലേ? അതൊന്നും നടത്താൻ നിങ്ങൾ എന്തുകൊണ്ട് പോലീസിനെ കൊണ്ട് അവിടെ നടപടി എടുപ്പിച്ചില്ല? നിങ്ങൾ അവിടെ വന്ന് കാണിച്ച ഈ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കാണിച്ച ഈ കൂത്തുകൾക്ക് പകരമായിട്ട് എന്തുകൊണ്ട് പോലീസിനെ കൊണ്ട് നിങ്ങൾ അവിടെ നടപടി എടുപ്പിച്ചില്ല? എപ്പോഴെടുക്കും? ഇത് ലോകം മുഴുവൻ കണ്ടതിന് ശേഷം കേരളത്തിൽ ഇങ്ങനെ സംസ്കാര ശൂന്യതയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞതിന് ശേഷമാണോ പോലീസ് നടപടി എടുക്കുക? ശരി ശരി ശരി, നമ്മുടെ ചർച്ച അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി നവ്യ, ഹരിദാസ്, ലിജീഷ്, ദീപ, ഒപ്പം രഞ്ജിനി ഞങ്ങളോട് സംസാരിച്ചതിന് ഇത്രയും നേരം ഞങ്ങൾക്ക് നൽകിയതിന്. സദാചാര ചർച്ചകൾ കേരളത്തിൽ അവസാനിക്കുന്നില്ല, ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. സ്ത്രീ പുരുഷ ബന്ധങ്ങളെ നോക്കിക്കാണുന്ന കണ്ണുകളിൽ സദാചാരം ഒളിച്ചിരിക്കുന്ന കാലത്തോളം അത് അവസാനിക്കുകയുമില്ല. അന്തിച്ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.